നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദോശയാണ്. നമ്മൾ അരി ഉഴുന്നും ഒക്കെ കുതിർത്ത് അരച്ചുണ്ടാക്കുന്ന ഒരു ദോശയല്ല, പിന്നെ നമ്മൾ ചെയ്യുന്ന ഗോതമ്പ് ദോശയല്ല. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ബ്രെഡ് കൊണ്ട് ഒരു ദോശയാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ്, അതേപോലെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതും. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 ബ്രെഡ് സ്ലൈസസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം കേട്ടോ. ഞാനിവിടെ ഒരു അരമുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ റവ വേണം, ഒരു 2 ടീസ്പൂൺ തൈര് വേണം, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾക്ക് ഇത്രയും സാധനങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വേണം. ഈ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം, പക്ഷേ ഗോതമ്പ് പൊടിയാണ് ഹെൽത്തി. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓരോന്നും ചെറിയ പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പൗഡർ മാതിരി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കാം. അതിനായി ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടി ചേർക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ റവ ചേർക്കുന്നുണ്ട്. റവ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എങ്കിലും റവ നല്ലൊരു ക്രിസ്പിനെസ് തരും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊട്ടും കട്ടയാവാതെ വേണം നമുക്ക് ഈ ബാറ്റർ കിട്ടാനായിട്ട്. അതുകൊണ്ട് ആദ്യം ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്ററിൻ്റെ പരുവത്തിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കട്ട വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഓനിയനും മല്ലിയിലയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ഈ മാവിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഒരല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് വരേണ്ടത്. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഗോതമ്പ് പൊടിയും കൂടെ ഇതിലേക്ക് വന്നാലേ ഇത് നല്ലതുപോലെ ഒന്ന് ബൈൻഡ് ആവുള്ളൂ. അപ്പം നമുക്ക് ഇതിനി എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇതായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല അത്യാവശ്യം കട്ടിക്ക് വരണം. നമ്മളുടെ ഇഡ്ഡലിയുടെയൊക്കെ മാവിൻ്റെ ഒരു കട്ടിയില്ലേ, അതേമാതിരി വരണം. ഇനി നമുക്ക് ബ്രെഡ് ദോശ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം.
ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നോർമലി പേപ്പർ റോസ്റ്റ് മാതിരിയൊന്നും ഒരുപാട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിക്ക് വേണം നമുക്കിത് പരത്താൻ. നമ്മൾ ഈ തട്ട് ദോശയ്ക്കൊക്കെ പരത്തില്ലേ, ആ ഒരു കനം വേണം ഇതിന്. ആ ഒരു തിക്നെസ്സിൽ നമ്മൾ ഇത് പരത്തിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഇതിന് മേലെ തൂവി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഓരോ വശവും ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ശ്രദ്ധിച്ച് ഇത് പൊടിഞ്ഞു പോകാതെ വേണം ചെയ്യാൻ. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും പെർഫെക്റ്റായിട്ട് ആ ദോശ വന്നിട്ടുണ്ട്. ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് മറ്റേ സൈഡും വെന്തിട്ടുണ്ടാവും. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്കിനി അടുത്ത ദോശയും ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മുടെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് കട്ടിക്ക് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മേലെ വീണ്ടും കുറച്ച് എണ്ണ നമുക്കൊന്ന് തൂവി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ എണ്ണ മതിയാവും. ഇനി നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിടാം. ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മറ്റേ സൈഡും ഇതേപോലെ തന്നെ മുരിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും നമുക്ക് ഒരുപോലെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, മറ്റേ സൈഡ് ആയിട്ടുണ്ടോ എന്ന്. നോക്കും, മറ്റേ സൈഡും നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും ഈ പാനിൽ നിന്ന് മാറ്റാം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് ഈ ദോശയും മാറ്റി വയ്ക്കാം. അത്രയേ ഉള്ളൂ. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ദോശ റെഡി ആയി കഴിഞ്ഞു. ഈ ബാറ്റർ നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാം. രാവിലെ ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ രാത്രിയിൽ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് വളരെ വേഗത്തിൽ ഈ ദോശ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ പൊടി ചട്നിയാണ്. ഈ പൊടിയിലേക്ക് കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഈ ദോശ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.